ഹായ്. അപ്പം ഞാൻ ഇന്നിവിടെ വീണ്ടും ഒരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാനൊരു ബുക്ക് മാർക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ മാതിരി ഇത് ഷർട്ടൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഒരു കാർഡ്ബോർഡ് പീസാണ്. അത് ഞാൻ 4 സെൻറ്റിമീറ്റർ വിഡ്ത്തും അതുപോലെ 15 സെൻറ്റിമീറ്റർ ലെങ്ത്തിലും കട്ട് ചെയ്തെടുത്തതാണ്. നിങ്ങൾക്ക് ഇതില്ലാന്നുണ്ടെങ്കിൽ ചാർട്ട് പേപ്പർ ആയാലും മതി. അത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? അപ്പം ഞാനിവിടെ ആദ്യം നടുക്കിലൊരു കോട്ടാണ് എഴുതി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോട്ട് എഴുതി കൊടുക്കാം. ഞാനിവിടെ ജസ്റ്റ് വൺ മോർ ചാപ്റ്റർ എന്നാണ് എഴുതാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതേ പെൻസിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് റഫായിട്ട് ആദ്യം എഴുതി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുമാതിരി എല്ലാ വീഡിയോസും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ എനിക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്താനുണ്ടെങ്കിൽ കമൻറ്റും ചെയ്യുക. അപ്പോൾ ഇതുമാതിരിയുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയൂ കേട്ടോ. അപ്പോൾ അതേ ഞാനിങ്ങനെ ജസ്റ്റ് വൺ മോർ ചാപ്റ്റർ എന്നിങ്ങനെ എഴുതിയെടുക്കുന്നുണ്ടേ. അപ്പോൾ അതേ ഞാൻ ജസ്റ്റ് വൺ മോർ ചാപ്റ്റർ എന്നിങ്ങനെ എഴുതി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ബ്ലാങ്ക് ആയിട്ടുള്ള രണ്ട് സൈഡിലും എന്തെങ്കിലും ഡിസൈൻ വരച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ വരയ്ക്കാം കേട്ടോ. ഞാനിവിടെ കുറച്ച് ഇലകളും പൂക്കളും ഒക്കെ വരയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതേ ഞാനിങ്ങനെ ഫ്രീ ഹാൻഡായിട്ട് കുറച്ച് ഇലകളും പൂക്കളും ഒക്കെ വരയ്ക്കുകയാണ്. ഇത് ഭയങ്കര സിമ്പിളായിട്ടുള്ള ഡിസൈനാണ്. ഇപ്പോൾ ഡ്രോയിങ് അറിയാത്തവർക്കും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതേമാതിരി കുറച്ച് കുഞ്ഞു പൂക്കളും ഇലകളും ഒക്കെ ഞാൻ വരയ്ക്കുവാണേ. നിങ്ങൾക്ക് വേണമെങ്കിൽ കാർട്ടൂൺ ക്യാരക്ടേഴ്സൊക്കെ വരയ്ക്കാം. നല്ല രസമായിരിക്കും കാണാൻ. ഇതുമാതിരി രണ്ട് സൈഡിലും വരച്ചു കൊടുക്കണം കേട്ടോ. ഭയങ്കര സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ജസ്റ്റ് 5 മിനിറ്റ് ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും ചെയ്തെടുക്കാം. അപ്പോൾ ദേ ഞാൻ രണ്ട് സൈഡിലും ഡിസൈൻ വരച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൂക്കൾക്കൊക്കെ ഒന്ന് കളർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ കളർ ചെയ്യാൻ ഞാനിവിടെ ഡോംസിൻ്റെ പേസ്റ്റൽ ബ്രഷ് പെന്നാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇതില്ല എന്നുണ്ടെങ്കിൽ സ്കെച്ച് പെൻ അല്ലെങ്കിൽ ആക്രിലിക് കളേഴ്സൊക്കെ യൂസ് ചെയ്തിട്ടും ചെയ്തെടുക്കാം. പെൻസിൽ കളർ ആയാലും മതി കേട്ടോ. അപ്പോൾ അതേ ഞാൻ പൂക്കൾക്കൊക്കെ ഒന്ന് ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണേ. പൂക്കൾക്ക് ഞാൻ എടുത്തിട്ടുള്ളത് ഓറഞ്ച് കളറാണ്. ഓറഞ്ച് ആയിരിക്കും ഒന്നും കൂടെ ഭംഗിയെന്ന് എനിക്ക് തോന്നി. പിന്നെ ആ പൂക്കൾക്ക് കളറ് കുറച്ച് ലൈറ്റായ മാതിരി തോന്നിയോണ്ട് ഞാൻ ഒന്നും കൂടെ ഡാർക്കാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇലകൾക്ക് കളർ കൊടുക്കാം. അതിനായിട്ട് ഞാൻ ഈ ഗ്രീൻ കളറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇലകളും കൂടെ കളർ ചെയ്തെടുത്താലോ? ഇതേമാതിരി ഇത് കുറച്ച് ലൈറ്റായിട്ടാണ് കേട്ടോ ആദ്യം വരുള്ളൂ. അപ്പോൾ നമുക്കൊന്ന് അതിൻ്റെ മുകളിൽ ഒന്നും കൂടെ കളർ അടിച്ച് ഡാർക്കാക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇതുമാതിരി എല്ലാ ഇലകൾക്കും കളർ ചെയ്തിട്ട് വരാം. അപ്പോൾ അതേ ഞാൻ രണ്ട് സൈഡിലും ഇലകൾക്ക് കളർ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഔട്ട്ലൈനൊക്കെ ഒരു ബ്ലാക്ക് പെൻ യൂസ് ചെയ്തിട്ട് വരച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ആ കോട്ടും ബ്ലാക്ക് പെൻ വെച്ചിട്ടാണ് എഴുതുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്കെച്ച് പെൻ വെച്ച് ഒന്നും കൂടെ തിക്കായിട്ട് എഴുതി കൊടുക്കാം. അപ്പോൾ ഒന്നും കൂടെ ഭംഗിയായിട്ട് കിട്ടും. അപ്പോൾ അതേ ഇതുമാതിരി ശ്രദ്ധിച്ച് എഴുതി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ആ പെൻസിൽ മാർക്കൊക്കെ നമുക്കൊന്ന് റബ്ബർ വെച്ച് മായ്ച്ചു കൊടുത്താലും മതി. അപ്പം നല്ല ക്ലീനായിട്ട് കിട്ടും. ഇനി നമുക്ക് ആ പൂക്കൾക്കും തണ്ടിനും ഇലകൾക്കൊക്കെ അങ്ങനെ ഔട്ട്ലൈൻ വരച്ചു കൊടുക്കാം.
അപ്പോൾ ഇതേമാതിരി നമുക്ക് രണ്ട് സൈഡിലും ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ നിർത്താം, ഇല്ലാന്നുണ്ടെങ്കിൽ കളർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എനിക്ക് നല്ല സാധനം കാണുമ്പോൾ വല്ലാത്ത കൈതരിപ്പ് അത് നശിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനൊന്ന് കളർ ചെയ്ത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു മഞ്ഞ കളർ വെച്ചിട്ട് ഞാൻ ഫുൾ കളർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാ ഇഷ്ടമായി എന്നുള്ളത് കമൻറ്റ് ചെയ്യും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.